ശ്രീ ചാണ്ടി ഉമ്മൻ, ഇപ്പോൾ കോർപ്പറേഷനുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കണ്ണൂരാണ് UDFന്റെ ഉറച്ചകോട്ട, കോൺഗ്രസിന്റെ ഉറച്ചകോട്ട. അത് ഇത്തവണയും പിടിച്ചെടുക്കും, അല്ലെങ്കിൽ ഇത്തവണയും ഞങ്ങൾക്കൊപ്പം ആകും എന്നുള്ള ആത്മവിശ്വാസം കോൺഗ്രസ് പ്രകടിപ്പിക്കുന്നുണ്ട്. കണ്ണൂരിന്റെ കാര്യം അവിടെ നിൽക്കുമ്പോൾ മറ്റിടങ്ങളിലെ സാഹചര്യം എന്താണ്? നിങ്ങൾക്ക് കൂടുതലായി ആത്മവിശ്വാസം നൽകുന്ന ഘടകങ്ങൾ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ വിമത പ്രശ്നം ഒരു വശത്ത് നിൽക്കുന്നു. സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങളിൽ സർക്കാരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാവുന്ന കാര്യങ്ങൾ എത്രത്തോളം അത് ജനങ്ങളിൽ എത്തിക്കാൻ കഴിയുന്നുണ്ട്? അതിലൊരു ഐക്യം എത്രത്തോളം പ്രകടമാണ് എന്നുള്ളതാണ് കോൺഗ്രസിനോടുള്ള ചോദ്യം. ശ്രീ ചാണ്ടി ഉമ്മൻ, കണ്ണൂർ പോലെ തന്നെ തൃശ്ശൂർ ഉറച്ച കോട്ട തന്നെയാണ്. അവിടെ ചില പ്രശ്നങ്ങൾ കാരണം, ഇന്റേണൽ ഇഷ്യൂസ് കാരണം കൈനാശം നഷ്ടപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് എറണാകുളത്തിൻ്റെ കാര്യവും. എറണാകുളത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംവിധാനം ഉള്ളതാണ്. കോഴിക്കോട് ഇപ്പോൾ തിരിച്ചുവരവിനുള്ള പൂർണ്ണമായ ഒരു ശ്രമത്തിൽ നിൽക്കുന്നു. തിരുവനന്തപുരത്ത് നല്ല രീതിയിൽ ശ്രീ ശബരിയെ പ്രഖ്യാപിച്ചപ്പോൾ തൊട്ട് വൈഷ്ണവ അടക്കമുള്ള കാൻഡിഡേറ്റ്സിൻ്റെ നേതൃത്വത്തിൽ നല്ലൊരു പെർഫോമൻസ് തിരുവനന്തപുരത്ത് കാഴ്ചവെക്കാൻ പോവാണ്. വലിയ ഒരു ഡിഫറെൻറ്റ് തലത്തിലേക്ക് കോഴിക്കോടും തിരുവനന്തപുരം പോകാൻ പോകുന്നു. കൊല്ലത്തും നല്ല ഒരു ഫൈറ്റിംഗ് ചാൻസിലേക്ക് UDFന്റെ പ്രവർത്തനം, അത് ഓരോ നേതാക്കന്മാർക്കും ചാർജ് കൊടുത്ത് നല്ല രീതിയിൽ UDFന്റെ പ്രവർത്തനം കഴിഞ്ഞ കുറേ നാളുകളായി. അത് പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ഞാൻ അഭിനന്ദിക്കുക. അദ്ദേഹം മിഷൻ 2025 എന്ന നിലയിൽ ഒരു വർഷം മുമ്പ് തന്നെ ഇതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ച് അതിന് വേണ്ട അച്ചടക്കത്തോടു കൂടിയുള്ള പ്രവർത്തനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അത് ഇന്ന് ഓരോ ലീഡേഴ്സും, ശ്രീ കെ മുരളീധരൻ തിരുവനന്തപുരത്താണെങ്കിൽ, കൊല്ലത്ത് ശ്രീ ശിവകുമാർ അടക്കം, ഓരോ തലത്തിലും പ്രതിപക്ഷ നേരിട്ട് നോക്കുന്ന കൊച്ചിൻ കോർപ്പറേഷൻ അടക്കം നല്ല രീതിയിൽ ഉള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ പോവുകയാണ്. നല്ല റിസൾട്ട് ഇതിനകത്ത് വരാൻ പോകുന്നു. കോഴിക്കോട് പക്ഷേ മേയർ സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്ന ആളെ തന്നെ പിന്നെ മാറ്റേണ്ടി വന്നല്ലോ ശ്രീ ചാണ്ടി ഉമ്മൻ. കോഴിക്കോട് ഒരു സെലിബ്രിറ്റിയെ കൊണ്ടുവരിക എന്നൊരു ഉദ്ദേശത്തിൽ കൊണ്ടുവന്നു പിന്നെ അത് മാറ്റേണ്ടി വന്നു. പിന്നീട് അങ്ങനെ ഒരു സെലിബ്രിറ്റി അല്ല കൊണ്ടുവയ്ക്കാൻ പറ്റിയത്. അപ്പോൾ കോഴിക്കോട് എന്ന് വെച്ചാൽ 40 വർഷമായി അവിടെ ഇടത് കോട്ടയാണ്. അല്ല, അതൊക്കെ സാഹചര്യം അനുസരിച്ച് ചിലപ്പോൾ സ്ഥാനാർത്ഥിയെ മാറ്റേണ്ടി വരും. ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ചിലപ്പോൾ രാഷ്ട്രീയത്തിൽ കാര്യങ്ങൾ നടക്കണമെന്നില്ല. ചില വ്യത്യാസങ്ങൾ വരുമ്പോൾ അതനുസരിച്ച് പുതിയ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരും. പക്ഷേ ചിട്ടയായിട്ടുള്ള പ്രവർത്തനം അവിടെ താഴെത്താഴെ നടക്കുന്നു എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഒരു സ്ഥാനാർത്ഥി മാറിയതുകൊണ്ട് ഞങ്ങളുടെ വർക്ക് ഡിറെയിൽഡ് ആവുന്നില്ല. അത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ തന്നെ, ലീഡർഷിപ്പ് മുഴുവൻ ഓരോ കോർപ്പറേഷനും കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിൻ്റെ പൂർണ്ണമായ ആത്മവിശ്വാസം കൊണ്ട് വിമതര ഉണ്ടാകുന്നതിന് കാരണം ജയസാധ്യത ഉണ്ട് എന്നുള്ള തോന്നലിലും കൂടിയാണല്ലോ. അവർക്കൂടെ ജയിക്കാം, അല്ലെ അവരാണ് ജയിക്കാൻ പറ്റിയ കാൻഡിഡേറ്റ് എന്നുള്ള വിശ്വാസമില്ല. അപ്പോൾ കോൺഗ്രസ് തിരിച്ചുവരവിൻ്റെ പാതയിലാണ് എന്നുള്ള ഒരു സാധ്യത കൂടി നിൽക്കുന്നു എന്നുള്ളതാണ് വിമതരെ സൂചിപ്പിക്കുന്നത്. പക്ഷേ അതിനെയൊക്കെ മറികടന്നും UDF ഈ പ്രാവശ്യം മിന്നുന്ന പെർഫോമൻസ് കാണിക്കും എന്നുള്ളതാണ് എൻ്റെ ആത്മവിശ്വാസം. ചാണ്ടി ഉമ്മന്റെ ഒരു ദിവസത്തെ പ്രചാരണ രീതി എങ്ങനെയാണെന്ന് വിശദീകരിക്കാമോ? ഞാൻ രാവിലെ വീടുകൾ കയറിയുള്ള പ്രവർത്തനമാണ്. ഞാനിപ്പം 1000-ഓളം വീടുകൾ, കടകളും പുതുപ്പള്ളിയിൽ കയറി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം പിന്നെ ഇതേപോലെ ചെറിയ മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.